ഗൈസ് അങ്ങനെ ISL പ്ലേ ഓഫ് ഡേറ്റ്സ് തീരുമാനമായിരിക്കുന്നു. വേദികളുടെ കാര്യത്തിലും ചിലർക്കെങ്കിലും ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അതും ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ടായിരിക്കും, അതായത് ഇന്ത്യയുടെ 2 മത്സരങ്ങളുണ്ടല്ലോ, ഫ്രണ്ട്ലിയും അതുപോലെ ക്വാളിഫയർ ഉൾപ്പെടെയുള്ള 2 മത്സരങ്ങൾക്ക് ശേഷമായിരിക്കും വീണ്ടും ഈ 6 ടീമുകൾ അണിനിരക്കുന്ന ISL പ്ലേ ഓഫ് ടൂർണമെൻറ്റ് ആരംഭിക്കുക എന്നുള്ളതാണ്. ആദ്യം നടക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഒരു ക്വാളിഫയർ അല്ലെങ്കിൽ പ്ലേ ഓഫ് സെറ്റപ്പാണ്. അതിനുശേഷമാണ് സെമി ഫൈനൽ മത്സരങ്ങൾ. അതിൽ നിന്ന് വിജയിക്കുന്ന ടീമുകളാണ് സെമി ഫൈനലിൽ കളിക്കുന്നത്. 3 മുതൽ 6 സ്ഥാനം വരെയുള്ള ടീമുകളാണ് ഇനിയിപ്പോൾ ആദ്യം പ്ലേ ഓഫിൽ കളിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ മത്സരം ബംഗളൂരു FCയും അതുപോലെ മുംബൈ സിറ്റി FCയും തമ്മിൽ നടക്കുന്ന മത്സരമാണ്. മാർച്ച് 29-നാണ് ഈ ഒരു മത്സരം. ബംഗളൂരുവിൻ്റെ ഹോമായിട്ടുള്ള കണ്ടീരവിയിലാണ് ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. കാരണം പോയിന്റ് ടേബിളിൽ മുകളിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് ബംഗളൂരു FC എന്നുള്ളത് കൊണ്ട് തന്നെ. എന്നാലും നോർത്ത് ഈസ്റ്റിൻ്റെ എതിരാളികൾ കറണ്ട് ഫിക്ചർ വെച്ചിട്ട് ജംഷഡ്പൂർ FC തന്നെയാണ്. കാരണം പോയിന്റ് ടേബിളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ആ അപ്പീൽ പോയ ഒരു സാഹചര്യത്തിൽ 3 പോയിന്റ് വേണം, മറ്റേ KBFCയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചതാണ്. എന്താണെങ്കിലും ആ മത്സരം മാർച്ച് 30-നാണ് നടക്കുന്നത്. ആ ഒരു മത്സരം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഷില്ലോങ്ങിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അറിയാമല്ലോ, നോർത്ത് ഈസ്റ്റിൻ്റെ മെയിൻ ഹോം എന്ന് പറയുന്നത് ഗുവാഹട്ടിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയമാണ്. കുറച്ച് മത്സരങ്ങൾ ഷില്ലോങ്ങിൽ കളിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ വീണ്ടും ഒരു മത്സരം ഷില്ലോങ്ങിൽ തന്നെ കളിക്കാൻ പോകുന്നു. ഇത് ഇവർക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഹോം അഡ്വാൻറ്റേജ് നേടിയെടുക്കാനായിട്ട് സാധിക്കുമോ, അതോ ജംഷഡ്പൂർ FCക്ക് അതൊരു ഹോം അഡ്വാൻറ്റേജ് ആയിട്ടൊക്കെ മാറുമോ എന്നുള്ളത് നിങ്ങൾ പറയുക. അവസാന മത്സരമൊക്കെ വിജയിച്ചിരുന്നു എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു ക്ലിയർ ഹോം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ മുമ്പും ഈ ഒരു വിഷയം സംസാരിച്ചിട്ടുള്ളതാണ്. ആ മത്സരങ്ങൾക്ക് ശേഷമായിരിക്കും, ആ മത്സരങ്ങളിലെ വിജയികളായിരിക്കും മോഹൻ ബഗാനെയും അതുപോലെ FC ഗോവയും ഒക്കെ നേരിടാൻ പോകുന്നത്. സെമി ഫൈനൽസ് മത്സരത്തിൽ FC ഗോവയെ നേരിടാൻ പോകുന്നത് മുംബൈ സിറ്റി FC, ബംഗളൂരു FC മത്സരത്തിലെ എതിരാളികളായിരിക്കും എന്നുള്ളതാണ്. ആ മത്സരങ്ങൾ ഏപ്രിൽ 2, ഏപ്രിൽ 6 തീയതികളിലായിരിക്കും നടക്കുന്നത്, ആ സെമി ഫൈനൽ മത്സരങ്ങൾ. അതിനുശേഷം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ FC മത്സരത്തിലെ വിജയികളായിരിക്കും മോഹൻ ബഗാനെ നേരിടാൻ പോകുന്നത്. ആ മത്സരം ഏപ്രിൽ 3, ഏപ്രിൽ 7 തീയതികളിലായിട്ടായിരിക്കും നടക്കുക. ഏപ്രിൽ 12-നാണ് ISL ഫൈനൽ മത്സരം നടക്കുക എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിൻ്റെ വെന്യൂ എവിടെയാണെന്നുള്ളത് കൺഫ്യൂഷൻസ് ഉണ്ട്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ആ ഒരു മത്സരത്തിൽ ഇപ്പോൾ ഫൈനലിൽ ഏത് 2 ടീമുകളാണ് വരുന്നത്, ആ 2 ടീമുകളിൽ ലീഗ് അവസാനിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉണ്ടായിരുന്ന ടീം, അല്ലെങ്കിൽ പോയിന്റ് ടേബിളിൽ ആരാണ് മുകളിലുണ്ടായിരുന്നത്, ആ ടീമിൻ്റെ ഹോം ആയിരിക്കും ഒരു ഹോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വരിക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം ഇനിയിപ്പോൾ ISLൻ്റെ പ്ലേ ഓഫ് മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. ഇത് ഉറപ്പായിട്ടും ലീഗ് പോലെയല്ല, ഒരു ഫ്രഷ് ടൂർണമെൻ്റായിട്ടായിരിക്കും നടക്കുക. എന്തും സംഭവിക്കാമെന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കും. കാരണം നോക്കൗട്ട് ഫേസിലാണല്ലോ മത്സരങ്ങൾ നടക്കുക എന്നുള്ളത്. അപ്പം എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ, എന്താണ് ഈ ഒരു വെന്യൂ മാറ്റിയതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം, അതായത് നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യത്തിലുള്ള അഭിപ്രായം, അതുപോലെ ഇപ്പം ഈ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഫൈനൽ മത്സരം ഡിസൈഡ് ചെയ്ത ഈ ഒരു രീതി, അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമ്പോസിന് ഒരു കാണിക്കാൻ സനിയ.